Good morning. Good morning. Good morning, ma'am. Good morning. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖം Good, ടീച്ചർ. miss. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു ടീച്ചർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ല അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ ചെയ്തോളൂ കേട്ടോ. ഇന്ന് കുറവാണല്ലോ. ടീച്ചർ ക്ലാസ് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേ ഓരോ ജോയിൻ ചെയ്ത് തുടങ്ങുള്ളൂ. അല്ലേ? ഓക്കെ, ആ പ്രേയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Miss, say prayer. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, Miss. ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ. Good morning teacher. Sign in. The lion and the cow. Once upon a time, there lived 4 cows in the forest. Every day they used to graze together in a particular spot. They were all friends. One day, a lion saw the cows grazing together. The lion wanted to eat them, so he went to catch them. When the cows saw the lion, all of them fought with him. The lion had to run away. A few days passed, and the cows quarreled between themselves and started grazing separately one by one. The lion killed all of them. Moral of the story is unity is strengthened. Thank you. Thought of the day ട്ടോ. Thought of the day. സ്വപ്നം കാണുക, സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. ബൈ APJ അബ്ദുൽ കലാം. Okay. എന്തെങ്കിലും ആക്ടിവിറ്റി തോന്നിട്ടുണ്ടായിരുന്നോ? ടീച്ചർ കഴിഞ്ഞ ആഴ്ച മറ്റേ നെഗറ്റീവിസം സിമ്പതിസം പറയാത്ത കുട്ടികളെ ഇന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്താ വിദ്യ? ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറയാത്തവര് പറഞ്ഞോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ടീച്ചർ നെഗറ്റീവിസം ടീച്ചർ മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. മതി. നെഗറ്റീവിസം കുട്ടി എല്ലാറ്റിനും ഇല്ല എന്ന് പറയുന്ന സ്വഭാവം. എക്സാമ്പിൾ, അധ്യാപിക കുഞ്ഞിനോട് ഈ ബുക്ക് ഇവിടെ വെക്കുമോ എന്ന് പറയുമ്പോൾ കുട്ടി ഇല്ല എന്ന്, ഞാൻ വെക്കില്ല എന്ന് എതിർത്തു പറയുന്നു. അതാണ് നെഗറ്റീവിസത്തിന്റെ എക്സാമ്പിൾ. സിമ്പതിസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ സഹാനുഭൂതി കാണിക്കുന്ന സ്വഭാവം. അതിന്റെ എക്സാമ്പിൾ, ഒരു കുട്ടി വീണു കരയുന്നു, മറ്റൊരു കുട്ടി അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, കരയണ്ട, ഞാൻ നോക്കാം, അവനെ തലോടുകയോ വെള്ളം കൊണ്ടുവരികയോ ചെയ്യുന്നു. അതാണ് സിമ്പതിസം എന്ന് ഇതിന് മനസ്സിലാക്കുന്നത്. പിന്നെ വിഡ്രോവൽ എന്ന് പറയുന്ന ഒറ്റപ്പെടലാണ്. അത് ഞാൻ എൻ്റെ മോന്റെ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ പോകത്തില്ല, ഒറ്റയ്ക്ക് മാറി നിന്നേ കളിക്കാറുള്ളൂ. ഇപ്പോൾ വീട്ടിലൊരു 5 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ മോൻ പോയി നിൽക്കത്തില്ല, മാറി നിന്ന് കുഞ്ഞ് ഒറ്റയ്ക്ക് നിന്നേ കളിക്കുള്ളൂ. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ എക്സാമ്പിൾ. പിന്നെ ഫാന്റസി ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്ന പകൽ സ്വപ്നമാണ്. അതെന്ന് പറയുന്ന അധ്യാപിക കഥ പറയുമ്പോൾ കുട്ടി ശ്രദ്ധിക്കാതെ ഞാനൊരു രാജകുമാരനാണ്, ഞാൻ പറക്കുമെന്ന് സ്വയം സംസാരിച്ച് ആലോചിച്ചിരിക്കുന്നു. അതാണ് ഫാന്റസി ഡേ ഡ്രീമിംഗ് എന്നുള്ള ഇതിന്റെ എക്സാമ്പിൾ. താങ്ക് യു. മിസ്സേ പറയട്ടെ. നെഗറ്റീവിസം വ്യക്തികൾക്ക് ഭയം, ഉത്കണ്ഠ, നിരാശ എന്നിവ മറച്ചു വെക്കുന്നതിന് വേണ്ടി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് നെഗറ്റീവിസം. എക്സാമ്പിള്, ഒരാൾക്ക് പ്രിയപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വിസമ്മതിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ജോലി പരാജയപ്പെടുമോ എന്ന് പേടിച്ചിട്ട്
പേടിക്കോ അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും സഹായം ചോദിക്കാനുള്ള മടി കൊണ്ടോ ആ ഒരു ജോലി ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. സിമ്പതിസം എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി പിടിച്ചു പറ്റി അങ്ങനെ പ്രശ്നങ്ങളെ നേരിടാം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കാത്ത ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോൽക്കുമോ എന്ന് പേടിച്ചിട്ട് തലവേദനയോ മറ്റു അസുഖങ്ങളോ ഉണ്ടെന്ന് അഭിനയിച്ച് അധ്യാപകരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ സഹതാപം പിടിച്ച് നേടാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിനെയാണ് സിമ്പതിസം എന്ന് പറയുന്നത്. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ പിൻവാങ്ങൽ. പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് പകരം അതിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുക. എക്സാമ്പിൾ, ഒരു പരീക്ഷ പേടിച്ച് കുട്ടി ക്ലാസ്സിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കടുത്ത മാനസിക വേദന ഉള്ളപ്പോൾ എല്ലാവരിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഇരിക്കുക. ഇതൊക്കെയാണ് എക്സാമ്പിൾ വിഡ്രോവലിന്. പിന്നെ ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്, യഥാർത്ഥ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടി തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ഭാവനാ ലോകത്ത് അഭയം പ്രാപിക്കുന്ന രീതി. എക്സാമ്പിൾ, തൊഴിലില്ലാത്ത ഒരാള് താൻ ഒരു വലിയ കമ്പനിയുടെ CEO ആണെന്ന് ഭാവനയിൽ കാണുന്നതാണ് ഫാന്റസി അല്ലെങ്കിൽ ഒരു ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു മാം. മിസ് പറയട്ടെ? പറഞ്ഞു. നെഗറ്റീവ്സിന് എക്സാമ്പിൾ, ഓഫീസ് മീറ്റിങ്ങുകളിൽ നല്ല ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പം മറ്റുള്ളവരുള്ള അതൃപ്തി കാരണം അവര് എതിർക്കും. ഒരു കാര്യമില്ലാതെ എതിർത്ത് അത് നടക്കില്ല എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. പിന്നെ സിമ്പതിസം, ഒരു പരീക്ഷയിൽ നന്നായിട്ട് പഠിക്കുമെന്ന് ഭയപ്പെടും. അപ്പൊ ആ കുട്ടി എപ്പോഴും അസുഖമാണെന്ന്, തലവേദനയോ അങ്ങനെ എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് എല്ലാവരോടും പരാതിപ്പെടും. അപ്പൊ അതിലൂടെ പരീക്ഷയിലെ മോശം പ്രകടനത്തിന് സഹതാപം ലഭിക്കുകയും ആ പരാജയം ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് അതിന് എക്സാമ്പിൾ ഞാൻ എഴുതിയത്. പിന്നെ വിഡ്രോവല്, വഴക്കുണ്ടാവുമ്പോൾ മറുപടി ഒന്നും പറയാതെ മുറിയിൽ പോയി വാതിലടച്ചിരിക്കുക. പിന്നെ ഫാന്റസി ഓർ ഡേ ഡ്രീം എന്ന് വെച്ചാൽ സാമൂഹികമായിട്ട് ഒരാൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ തനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്ന് എല്ലാവരോടും പറയുക, അത് അവര് തന്നെ സ്നേഹിക്കുന്നു എന്ന് ഒക്കെ വിചാരിക്കുക, സാങ്കല്പിക ആശ്വാസം കണ്ടെത്തുന്നു. അത്രയാണ് ഞാൻ എഴുതിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതിന്റെ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ്, ആ AB സെക്ഷൻ എടുത്തിട്ടില്ല. ആദ്യത്തെ പാരഗ്രാഫ് എടുത്തു അല്ലേ? അതെടുത്തായിരുന്നു. ഞാനായിരുന്നു അതിന്റെ മീനിങ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ടീച്ചർ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള എടുത്തിട്ടില്ലായിരുന്നു. നമ്മളെ വായിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ടൈം കിട്ടിയില്ലായിരുന്നു. നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ? അതെ, അതിന്റെ ഫസ്റ്റ് പറഞ്ഞു ടീച്ചർ, ഓൾ പേഴ്സൺസ് ഡു ഹാവ്, അത് പറഞ്ഞു. അതിന്റെ Aയും Bയും പറഞ്ഞിട്ടില്ല. Aയും Bയും പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സ്. All measures of traits that contribute to individual difference tend to distribute themselves as per the laws of normal probability curve. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ NPC എന്താണെന്ന്. കഴിഞ്ഞ ദിവസം ഒരു സൂചന പോലെ തന്നില്ലേ? പറഞ്ഞായിരുന്നോ? ഇല്ല ടീച്ചർ, അത് എടുത്തിട്ട് നമ്മളെ വായിക്കാനേ ടീച്ചർ പറഞ്ഞു. ജസ്റ്റ് പറഞ്ഞെന്ന് തോന്നുന്നു. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്നാ പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഈ NPC അഥവാ നോർമൽ പ്രോബബിലിറ്റി കർവിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ കർവ് എന്ന് പറയുന്നത്, ഞാനത് നമ്മുടെ സിസ്റ്റത്തിൽ അത് വരില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തരായിരുന്നു. നമ്മളിങ്ങനെ ഗ്രാഫ് ഒക്കെ പോലെ വരയ്ക്കില്ലേ, ഇങ്ങനെ മല പോലെ വരയ്ക്കില്ലേ, ഇങ്ങനെ ഒരു ആംഗിള് കർവിന്റെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. ഈ കർവ്, അതായത് ഈ കർവിനനുസരിച്ചിട്ടാണ് മനുഷ്യന്റെ ഇമോഷൻസിലൊക്കെ വ്യത്യാസം വരുന്നതെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആ കർവ് ഒന്ന് നിങ്ങൾ മനസ്സിലൊന്ന് തിങ്ക് ചെയ്തു. ഈ കർവ് തുടങ്ങുമ്പോ കുറച്ചായിരിക്കും ഉണ്ടാവുക അല്ലേ? കർവ് നമ്മൾ വരച്ചു തുടങ്ങുമ്പോ കുറച്ചായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിനുശേഷം അതിന്റെ ഏറ്റവും ടോപ്പിൽ പോകും, അതിനുശേഷം താഴേക്ക് വരും അല്ലേ? ആണോ?
മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഒരു സങ്കടം വന്നു വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഒരു സങ്കടം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കരച്ചിലുണ്ടാവും അല്ലെ, ഭയങ്കരമായിട്ട് നിങ്ങൾ കണ്ണിൽ നിന്നൊക്കെ നന്നായിട്ട് കണ്ണുനീരൊക്കെ വരും അല്ലെ. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഇമോഷൻ എന്ന് പറഞ്ഞാല് ഭയങ്കരമാണ്. അതായത് ആദ്യം സ്റ്റാർട്ടിങ് ആയിരിക്കുള്ളൂ, കണ്ണതിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങുന്ന ഒരു സമയം അല്ലെ. അങ്ങനെയല്ല എല്ലാവർക്കും ആദ്യം തന്നെ പെട്ടെന്ന് പൊട്ടിക്കരയില്ലല്ലോ, ആദ്യം അത് തുടങ്ങും അല്ലെ. അപ്പൊ ഈ കർവ് എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ സങ്കടം അണപൊട്ടും. അതായത് ഭയങ്കരമായിട്ടുള്ള സങ്കടത്തിലായിരിക്കും നമ്മൾ ചിലപ്പോ അലറിക്കരയും അല്ലെങ്കിൽ പൊട്ടിക്കരയും, ആ ഒരു സ്ഥിതിയിലാവും. അപ്പോഴാണ് കർവ് ഏറ്റവും ടോപ്പിലെത്തുക. ഓക്കെ, അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളെ ആരെങ്കിലും ഒക്കെ ആശ്വസിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, സാധാരണ അതിന്റെ ആ ഒരു എന്താ പറയാ തീവ്രത കുറയാനായിട്ട് തുടങ്ങും. അപ്പൊ കർവ് താഴത്തേക്ക് പോകും. മനസ്സിലായോ? ഓക്കെ, അതാണ് ഒരെണ്ണം എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല കേട്ടോ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല്, അതായത് നമ്മള് ഇൻഡിവിജ്വൽസ്, അതായത് നമ്മളെ വ്യക്തികളുടെ ഗുണങ്ങള് സാധാരണയായിട്ട് ഈ നോർമൽ കർവ് പ്രകാരമാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെയാണ്? അതായത് കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് റൂം എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞാല് അവര് ടോപ്പേഴ്സ് ആയിരിക്കോ, അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കോ, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരിക്കോ? ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാല് കുട്ടികള് ആവറേജ് ആയിരിക്കും അല്ലെ. നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഒരാൾക്കൂട്ടത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ അവിടെയുള്ള ആളുകളും തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതായത് മെജോറിറ്റി ആളുകളും ആവറേജ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. ഇനി അതിനകത്ത് കുറച്ച് പേര് മാത്രമാണ് ടോപ്പേഴ്സ് ആയിട്ട് നിൽക്കുക അല്ലെ. ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് ഒരു 50 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കാം. 50 കുട്ടികളില് 35 കുട്ടികളും ആവറേജ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഓക്കെ, ഇനി അതിനകത്ത് ഒരു 7 പേരൊക്കെ ആയിരിക്കും ചിലപ്പോ ടോപ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക, അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ. ഓക്കെ, ഇനി ബാക്കി വരുന്ന കുട്ടികളായിരിക്കും അതായത് ബിലോ ആവറേജ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, രണ്ടാമത് എന്താണ് ടോപ്പേഴ്സ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ കുറച്ച് പേരെന്ന് പറയുന്നത് ടോപ്പേഴ്സ് ആയിട്ടുള്ളവര്, പിന്നെ വളരെ കുറച്ച് പേരെന്ന് പറയുന്നത് ബിലോ ആവറേജ് ആയിട്ടുള്ളവർ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഈ ഒരു എന്താ പറയാ റേഷ്യോ നമ്മള് ഈ ഒരു കർവിൽ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ 2 രീതിയിലാണുള്ളത് കേട്ടോ. ഒന്ന് മനുഷ്യന്റെ ഇമോഷൻസ്, അത് നമുക്ക് കർവില് സ്റ്റാർട്ട് ചെയ്ത് ടോപ്പ് എത്തി പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, താഴുന്നു. നമ്മുടെ മനസ്സ് ആ കർവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത് ഒരു ക്ലാസ് റൂം എടുക്കുവാണെങ്കിലും ഏതൊരു സ്ഥാപനം എടുക്കുവാണെങ്കിലും ഒരു ആൾക്കൂട്ടം എടുക്കുവാണെങ്കിലും അതില് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ആവറേജ് ആയിട്ടുള്ള ആളുകളാണ്. അതിനുശേഷമാണ് കുറച്ചു പേര് ടോപ്പേഴ്സ് ആയിട്ടും കുറച്ചു പേര് ബിലോ ആവറേജ് ആയിട്ടും വരുന്നത്. അപ്പൊ 2 രീതിയിൽ നമുക്ക് ഈ കർവിനെ ഇതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണോ? ആ, ഇനി നമുക്ക് ഇത് നോക്കാം. There exists both inter individual and intra individual difference. ഒരാളൊന്ന് റീഡ് ചെയ്തേ. മിസ് റീഡ് ചെയ്യട്ടെ. There exists both inter-individual and intra-individual difference. Individuals not only differ among themselves with regard to a specific trait, but differences may also be noticed within the same individual when he is studied in respect of various traits. എന്താ മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായതൊന്ന് പറഞ്ഞേ. മിസ് ഇതില് രണ്ടുപേരും ഒരേപോലെയാണെങ്കിൽ രണ്ടുപേരും വ്യത്യാസത്തിലായിരിക്കും. ഡിഫറൻസ് ഇൻഡിവിജ്വൽ ഒരേപോലെയാണെങ്കിൽ രണ്ടുപേരും വ്യത്യാസമായിരിക്കും. ഇത് തന്നെയാണോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടില്ല മിസ്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്നും മനസ്സിലായില്ല. മനസ്സിലായിട്ടില്ല? റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടില്ല അല്ലേ? ഇല്ല മിസ്സേ.
ഓക്കെ, അതായത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഇന്റർ ഇൻഡിവിജ്വൽ, മറ്റൊന്ന് ഇൻട്രാ ഇൻഡിവിജ്വൽ. രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ. ഓക്കെ, പേര് പോലെ തന്നെ, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നെന്ന് പറയുന്നത് ഇന്റർ ഇൻഡിവിജ്വൽ ആണ്, രണ്ടെന്ന് പറയുന്നത് ഇൻട്രാ ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ രണ്ട് ടേം തമ്മിൽ വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഇന്റർ ഇൻഡിവിജ്വൽ എന്ന് നോക്കാം. Individuals not only differ among themselves with regard to a specific trait, but differences may also be noticed within the same individual when he is studied in respect of various traits. അതായത് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തനായിരിക്കുക. ഓക്കെ, എന്താണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുക. അപ്പൊ ഞാനും വിദ്യയും തമ്മില് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഒരുപോലെയാണോ? അല്ല മിസ്സേ. അല്ല അല്ലെ? രൂപത്തിൽ വ്യത്യാസമുണ്ട് അല്ലെ, മുടിയിൽ വ്യത്യാസമുണ്ട്, അതുപോലെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് അല്ലെ, പിന്നെ പറയുന്ന എന്താ പറയുക, ബിഹേവിയറിൽ വ്യത്യാസമുണ്ട്, ലാംഗ്വേജിൽ വ്യത്യാസം ഉണ്ടാവാം, സ്ലാങ്ങിൽ വ്യത്യാസം ഉണ്ടാകാം അല്ലെ. ഇതിനെയാണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ കേപ്പബിലിറ്റീസിൽ വ്യത്യാസമുണ്ട്, കഴിവുകളിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ വിദ്യക്ക് മാത്സ് കൂടുതലായിട്ട് നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. മാത്സ് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും നന്നായിട്ട്. ആണോ വിദ്യ? മാത്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലെ? ഓക്കെ, പക്ഷെ എനിക്ക് മാത്സ് തീരെ ഇഷ്ടമല്ല. എനിക്ക് മാത്സിൽ കഴിവ് കുറവാണ്, പക്ഷെ വിദ്യക്ക് മാത്സിൽ നല്ല രീതിയിൽ ടാലന്റ് ഉണ്ട്. അപ്പൊ രണ്ടുപേരും എന്തായി? ഡിഫറെന്റ് ആയില്ലേ? ഇതിനെ എന്താ പറയുന്നേ? ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നതിനെയാണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തതാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇന്റർ അല്ല കേട്ടോ, ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതായത് ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇതിനെയാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വിദ്യക്ക് മാത്സിൽ നല്ല ടാലന്റ് ഉണ്ട്, മാത്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും അതിനകത്ത് ടോപ്പ് മാർക്ക് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ ലാംഗ്വേജില് വിദ്യ കുറച്ച് പുറകോട്ടാണ്. ഓക്കെ, മലയാളം, ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയത്തില് വിദ്യക്ക് കുറച്ച് എബിലിറ്റി കുറവാണ്. അപ്പൊ വിദ്യയിൽ തന്നെ രണ്ട് രീതിയിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ഒന്നിൽ കൂടുതലും മറ്റൊന്നിൽ കുറവും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് പറയാം. ഇപ്പൊ വിദ്യക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാല് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. അത് രണ്ട് രീതിയിൽ എന്താണ്? വ്യത്യാസങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ ഇത്തരത്തില് ഒരു വ്യക്തിയിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നു. എന്നാൽ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാവുന്നതാണ്. ഓക്കെ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, ഇനി ആ രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ.
റീഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. സബിത ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാമോ? Education significance of individual difference. Knowledge of individual differences of pupils is enormous significance to the teacher. Understanding and appreciation of individual differences among people are rudimentary to providing each and every pupil with apt educational experiences geared to his potentialities, interests, and experiential background. The democratic approach in education anticipates equal educational opportunities for all. Equal educational opportunities does not inevitably mean the same educational opportunity that may really promote greater inequality. Rather, it means the best education for each child. There is nothing to unlike the equal treatment of unequals. Pedocentric education makes proper arrangements for a child's education, analyzing the peculiar nature and special abilities. In a democratic country, every individual has the right to attain a definite level of development. എന്തെങ്കിലും ക്ലിയർ, എന്തെങ്കിലും മനസ്സിലായോ? സബിത, കുട്ടികളുടെ അറിവിന്റെ കാര്യങ്ങൾ ഡിഫറൻസസ് ആയിരിക്കും എന്നുള്ളതാണോ? അവരുടെ കഴിവ്, താല്പര്യം, ഒരു കാര്യം ചെയ്യാനുള്ള രീതികള്, എക്സ്പെരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ കുട്ടികൾക്ക് യോജിക്കുന്ന രീതിയിൽ ആവണമെന്ന് ആപ്റ്റ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് ആയിരിക്കണം. അതെ അതെ, അങ്ങനെ തന്നെയാണോ? ആൻസി, വായിച്ചിട്ട് മനസ്സിലായോ എന്തെങ്കിലും? അയ്യോ ടീച്ചർ, എനിക്കും അങ്ങനെയൊക്കെയാണ് ഏകദേശം മനസ്സിലായത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ പറയാനുണ്ടോ? വിദ്യാർത്ഥിനികളുടെ വ്യക്തിഗത വ്യത്യാസങ്ങളെ കുറിച്ചുള്ള അറിവാണ് അതല്ലേ ടീച്ചർ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനമാണ്. പിന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യക്തിഗത വ്യത്യാസങ്ങൾക്ക് മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യുക എന്നതാണ് ഓരോരുത്തർക്കും നൽകുന്നതിന് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ ജനാധിപത്യപരമായ എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ എന്നാൽ തീർച്ചയായും വലിയ സമത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ വിദ്യാഭ്യാസ അവസരം എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് ഓരോ കുട്ടിക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണോ ടീച്ചർ? ഏകദേശം പറഞ്ഞു വന്നതല്ല, രണ്ടുപേരും കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞു വന്നത്. അതായത് വിദ്യാഭ്യാസ പ്രാധാന്യമാണ്, എഡ്യൂക്കേഷണൽ സിഗ്നിഫിക്കൻസ് അല്ലെ. അപ്പോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷനെയും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇത്തരത്തില് നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഓരോ സ്റ്റുഡൻസും, അതായത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ആളുകളും വ്യത്യസ്തരാണ്, ഒരുപോലുള്ള ഇരട്ടകൾ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്വിൻസ് പോലുമുള്ള. അപ്പോ ഈ കുട്ടികൾക്കിടയിലുള്ള വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കിടയിലുള്ള വ്യത്യാസങ്ങള് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അധ്യാപകർക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 കുട്ടികളും വ്യത്യസ്തരായിരിക്കും. അവരെ ഓരോരുത്തരെയും അടുത്തറിയുക എന്നുള്ളത് ടീച്ചർമാരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോരുത്തരെയും മനസ്സിലാക്കിയെടുക്കണം അല്ലെ. ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു പോകുന്നതാണോ ശരിയായിട്ടുള്ള റൂട്ട്? അങ്ങനെയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? കുട്ടികളെ മനസ്സിലാക്കണ്ടേ? വേണം മിസ്സേ. കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കണം അല്ലെ. ഓക്കെ.
അപ്പോ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ വ്യത്യാസങ്ങൾ അധ്യാപകർ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് മനസ്സിലാക്കേണ്ട പ്രാധാന്യം എന്തുകൊണ്ടാണ്? അതായത് ഓരോ കുട്ടിക്കും ഒരേ രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇപ്പൊ 10 കുട്ടികളിൽ ആദ്യത്തെ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ അവനെ പോലെ എഴുതാനും അതുപോലെ തന്നെ അവനെ പോലെ വായിക്കാനും അതുപോലെ ലെസൺസ് മനസ്സിലാക്കാനും ഒക്കെ ബാക്കി 9 കുട്ടികൾക്കും അതുപോലെ തന്നെ സാധിക്കോ? അതേ വോളിയത്തില് സാധിക്കോ? ഇല്ല, അതങ്ങനെയാണ് അല്ലെ? ഇപ്പൊ ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതില് ഒരാൾക്ക് മനസ്സിലാകുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത്. വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണത്. അതായത് ഒരു കുട്ടി പഠിക്കുന്ന രീതിയിൽ ആ രീതിയിൽ തന്നെ മറ്റു കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. വ്യത്യസ്തമായിട്ടാണ് പഠിക്കുക. നമുക്കറിയാം ചില കുട്ടികള് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ടീച്ചർ ലെസൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ പഠിച്ചു പോകുന്ന കുട്ടികളുണ്ട് അല്ലെ? പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടികൾ, IQ ലെവല് കൂടുതലുള്ള കുട്ടികൾ കണ്ടിട്ടില്ലേ? പക്ഷെ ചില കുട്ടികൾക്ക് വീട്ടിൽ ചെന്നിട്ട് കുറെ നല്ല രീതിയിൽ വായിക്കണം. ചിലർ ഉറക്കെ വായിക്കുന്നവരായിരിക്കും. ഒരു ലെസൺ ഒക്കെ പഠിക്കാൻ വെച്ചു കഴിഞ്ഞാൽ കുറെ സമയം എടുത്തിട്ട് ഉറക്കെയൊക്കെ വായിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരത് ഫിനിഷ് ചെയ്യുന്നത്. എന്നാൽ മറ്റു ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. അവര് മൈൻഡിലായിരിക്കും റീഡ് ചെയ്യുന്നത്, മനസ്സിൽ വായിക്കുന്ന കുട്ടികൾ ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ചില കുട്ടികൾ എന്ന് പറഞ്ഞാല് വായിച്ചതിന് ശേഷം നോട്ട് പോലെ എഴുതി ജസ്റ്റ് ഒന്ന് നോക്കും. എഴുതി എന്താ പറയാ, പഠിച്ചത് എന്താണോ ഉള്ളത് അത് എഴുതിയാലേ അവർക്ക് ഓർമ്മയിൽ കിട്ടുള്ളൂ. മനസ്സിൽ വായിച്ചാലും പുറത്തെ വായിച്ചാലും ഒന്നും അവർക്ക് കിട്ടില്ല. അവർക്ക് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം എഴുതണം. ഇല്ലേ? അപ്പൊ ഈ 4 തരം ആളുകളുടെ ഇത് ഞാൻ പറഞ്ഞു. 4 പേരും ഡിഫറെന്റ് അല്ലേ? വ്യത്യാസങ്ങളില്ലേ? അപ്പോ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ക്ലാസ്സിലിരുന്ന് ക്യാച്ച് ചെയ്യുന്നതാണ്. ആ സമയം ആ കുട്ടി അത് മാത്രം ഇരുന്നാൽ മതി. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യുന്നു, ക്യാച്ച് ചെയ്യുന്നു, അവിടെ വെച്ച് പഠിച്ചു പോകുന്നു. പക്ഷെ ആ കുട്ടി ചെയ്യുന്നത് പോലെ നമ്മള് ഉറക്ക വായിക്കുന്ന കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞാല് ആ കുട്ടിക്ക് പറ്റില്ല. കാരണം 2 പേരും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത്തരത്തില് ഒരു കുട്ടി പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ബാക്കിയുള്ള കുട്ടികള് കാര്യങ്ങൾ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ അവരെ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഓരോ കുട്ടികളുടെയും കഴിവുകളും അവരുടെ ഇൻട്രസ്റ്റും വ്യത്യസ്തമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ് റൂമിൽ ഇരുന്ന് കേട്ട് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ടാകും. ചിലപ്പോൾ IQ ലെവൽ കൂടുതലായിരിക്കും, പ്രത്യേകമായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാകും അല്ലെ? അതുപോലെ തന്നെ ആ കുട്ടിയുടെ താല്പര്യം, ചിലപ്പോ ആ കുട്ടിക്ക് വീട്ടിലിരുന്ന് ഉറക്കെ ഇരുന്ന് വായിക്കുന്നതോ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ് നോട്ട് എഴുതിയിരിക്കുന്നതോ മനസ്സിൽ വായിക്കുന്നതോ ഒന്നും തന്നെ ആ കുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഈ കുട്ടികളുടെയൊക്കെ താല്പര്യങ്ങൾ എന്താണ്, വ്യത്യസ്തങ്ങളാണ്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം, പഠന രീതി മാറ്റണം. ഓരോ കുട്ടിക്കും ഇഷ്ടപ്പെട്ട മെത്തേഡ് അത് ചൂസ് ചെയ്യാനായിട്ട് അവിടെ വിടുക എന്നുള്ളതാണ്. നിർബന്ധിച്ച് അല്ലെങ്കിൽ കമ്പൽ ചെയ്ത് ഇത് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഉറക്കെ വായിക്കണം എന്ന് പറയാനായിട്ട് പാടുള്ളതല്ല. എനിക്ക് ഉറക്കെ വായിച്ചാൽ കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്റെ മോൻ നേരെ ഓപ്പോസിറ്റാ. എന്റെ മോൻ മൈൻഡിലാണ് റീഡ് ചെയ്യുള്ളൂ. അപ്പൊ പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് വായിക്കാനായിട്ട് പറയും. അപ്പൊ വായിക്കാൻ പറയുമ്പോൾ ഇവൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിക്കും വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്, പഠിക്കുന്നില്ല കള്ളൻ, അങ്ങനെ ആ ഒരു തോട്ടാണ് എന്റെ. അപ്പൊ ഞാൻ പറയും ഉറക്കെ വായിക്കുക, എനിക്ക് കേൾക്കണം, എന്നാലും എനിക്ക് തൃപ്തി വരുള്ളൂ. ഇവൻ വായിച്ചെന്ന്, കാരണം ഞാൻ ഉറക്കെ വായിച്ച് ശീലിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്റെ മോനും അതുപോലെ തന്നെ വായിക്കണം എന്ന് എനിക്കെന്തുണ്ട്, വാശി ഉണ്ടാവും. അപ്പൊ ഞാൻ അവനോട് പറയും നീ ഉറക്കെ വായിക്കുക, എനിക്ക് കേൾക്കണം, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ നീ പഠിക്കുന്നത്. അപ്പൊ അവൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, എനിക്ക് ഉറക്കെ വായിച്ചാൽ കിട്ടില്ല, എനിക്ക് മനസ്സിൽ വായിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കാന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പൊ പരീക്ഷ വന്നു, മാർക്കൊക്കെ വന്നപ്പോഴും അവന് മാർക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല.
അപ്പൊ പല രീതിയിലാണ്, നമ്മളുടെ പോലെ ആയിരിക്കില്ല നമ്മളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? എനിക്ക് അങ്ങനെയാണ്. ആണോ? അതെ. സവിത പറയൂ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒത്തിരി സൗണ്ടിലല്ല, എന്നാലും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞായിരുന്നു പഠിക്കുന്നത്. ഇവിടെ മോനെ ഞാൻ ഇരിക്കണം, പക്ഷെ എന്നാലും സൈലന്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വായിക്കും. അപ്പൊ ഞാൻ പറഞ്ഞാലും കേൾക്കത്തില്ല, ഹസ്ബൻഡ് പറഞ്ഞാലും കേൾക്കത്തില്ല. അന്നേരം അവൻ പറയും എനിക്കിതാ മനസ്സിലാവുന്നേ, അമ്മ പോകുന്നു. പിന്നെ ഞാൻ വിചാരിക്കാം എന്നാ അത് പഠിക്കാം, അങ്ങനെ പഠിക്കട്ടെ. അപ്പൊ ചോദിക്കുമ്പോ എല്ലാം കിട്ടും, കുഴപ്പമില്ല. പിന്നെ അവൻ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ പഠിക്കട്ടെന്ന് പിന്നെ പറഞ്ഞിട്ടില്ല. നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല അല്ലെ? നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് ശീലിച്ചു വന്നിട്ടുള്ളതെങ്കില് നമ്മളുടെ മക്കളും അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് നമ്മൾക്ക്. അപ്പൊ അവരൊന്നും ചിലപ്പോ ആ കുട്ടിക്ക് ഉറക്കം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ മൈൻഡിൽ റീഡ് ചെയ്യുന്നില്ല, സൈലന്റ് ആയിട്ട് റീഡ് ചെയ്യുന്നവരില്ല, അവർക്ക് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. മറിച്ച് നമ്മൾ അവരോട് പറയുന്നത് നീ ഒന്ന് ഉറക്കം വായിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വായിക്കും, പക്ഷെ അവർക്കത് തലയ്ക്ക് കയറണമെന്നുണ്ടാവില്ല. അപ്പൊ നമ്മളുടെ തെറ്റിദ്ധാരണകളാണ് അതൊക്കെ. അപ്പോ നമ്മളാണ് അത് തിരുത്തേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളാണുള്ളത്. പറഞ്ഞോളൂ സവിത, പറഞ്ഞോളൂ കേട്ടോ. ഇല്ല, എത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് എല്ലാം പഠിക്കുന്ന കുട്ടി അങ്ങനെയാണ്. ടീച്ചർ എന്റെ മോളും അങ്ങനെയാണ് ടീച്ചർ. എന്റെ മോള് LKG-യിലാണ്, പക്ഷെ അവർ CBSE സിലബസ് ആയതുകൊണ്ട് ഒരുപാട് പോർഷൻസ് ഉണ്ട് അവർക്ക്. ഈ വേർഡ്സ് എഴുതാനും അല്ലാതെ സ്റ്റോറി ടെല്ലിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഉറക്ക വായിക്കാൻ മേലും അയാള് വായിക്കത്തിൽ ഒന്നും ചെയ്യത്തില്ല. അയാൾ ആ ബുക്ക് നോക്കിയിരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്താൽ അയാൾ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ മാർക്ക് വരുമ്പോ എല്ലാം ഫുള്ളാണ്. അയാള് അത് നോക്കി അങ്ങനെ ഇരിക്കും. പിന്നെ എഴുതി പഠിക്കാൻ അവർ ഒരുപാട് ഇട്ട് എന്നാൽ അത് വായിച്ച് അയാൾ പറയത്തില്ല. അയാൾക്ക് തോന്നുന്നല്ലോ അയാൾ എഴുതും. ഞാൻ എത്ര അടിച്ചാലും അയാള് അങ്ങനെ പറയത്തേ ഇല്ല. അയാളുടെ ഇഷ്ടത്തിന് അയാൾ എഴുതുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്ന രീതി അതിനനുസരിച്ച് നമ്മുടെ മെത്തേഡ് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട രീതി എന്താണ്? ചിലവർക്ക് ബോർഡിൽ എഴുതി പഠിക്കുന്നതായിരിക്കും, ചിലവർക്ക് വായിച്ചു പഠിക്കുന്നതായിരിക്കും, ചിലവർക്ക് മൈൻഡിൽ റീഡ് ചെയ്യുന്നതായിരിക്കും, ചിലവർക്ക് എഴുതി പഠിക്കുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ആ രീതി അവരെ അങ്ങോട്ട് വിടുക എന്നുള്ളതാണ്. അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് അവരെ പഠിപ്പിക്കുക. അപ്പൊ ടീച്ചർമാരും ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, ചില ടീച്ചേഴ്സ് ഉണ്ട് കമ്പയർ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ അങ്ങനെ കുറവാണ്, മുമ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. എനിക്കൊന്നും അങ്ങനെ ഇല്ല. അവനെ കണ്ടുപഠിക്കും, ഇവനെ കണ്ടുപഠിക്കും എന്നും പറഞ്ഞിട്ട് ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ ടോപ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യും. മുമ്പത്തെ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കമ്പയർ ചെയ്യുന്ന രീതിയെ മാറ്റണം. അത് തെറ്റാണെന്നാണ് പറയുന്നത്. ഓരോരുത്തർക്ക് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് ചൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെന്ന് നമുക്കറിയാം അല്ലെ? ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ എല്ലാവർക്കും തുല്യ നീതി, തുല്യ അവകാശം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈക്വൽ ജസ്റ്റിസ്, ഈക്വൽ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ എഡ്യൂക്കേഷനും എന്താണ്? എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടിയിരിക്കണം അല്ലെ? നമുക്കറിയാം 6 തുടങ്ങി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടണം. അല്ലെങ്കിൽ എന്താ പറ്റുക? കൊടുത്തില്ലെങ്കില് പാരന്റ്സ് എവിടെ പോകേണ്ടി വരും? ജയിലിൽ പോകേണ്ടി വരും. അതൊക്കെ അറിയാലോ അല്ലെ? അപ്പൊ അതൊക്കെ നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈക്വൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതിനർത്ഥം എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കുക എന്നല്ല. അങ്ങനെയല്ല കേട്ടോ അർത്ഥമാക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ പഠിപ്പിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു കുട്ടി ക്യാച്ച് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു കുട്ടി പഠിക്കുന്നത്, വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈക്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഡെമോക്രാറ്റിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള പഠനാവകാശം കൊടുക്കുക, പഠിപ്പിക്കുക, ഓരോരുത്തരുടെയും കഴിവും അവരുടെ ഇൻട്രസ്റ്റും അനുസരിച്ച് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഓരോ കുട്ടിക്കും അവരുടെ കഴിവിനും അവരുടെ ഇൻട്രസ്റ്റിനും അനുസരിച്ചിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക അല്ലെ? ചില കുട്ടികൾക്ക് വരയ്ക്കാനായിട്ട് കഴിവുണ്ടാകും, ചില കുട്ടികൾക്ക് എന്താ പറയാ പാടാനായിട്ടായിരിക്കും കഴിവുണ്ടാവുക, ഇനി മറ്റു ചില കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും കഴിവുണ്ടാവുക. അപ്പൊ അവരുടെ കഴിവ് എന്താണോ, അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് അവസരങ്ങൾ വരുമ്പോൾ അത് മാക്സിമം അവരെ കൊണ്ട് പ്രയോജനപ്പെടുത്തുക.
എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നു എന്ന് വിചാരിക്കുക, ഡാൻസും പാട്ടും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഒരു ക്ലാസ്സിൽ പാട്ട് പാടാൻ അറിയുന്ന കുട്ടി ഉണ്ടാവും, ഡാൻസ് കളിക്കാൻ അറിയുന്ന കുട്ടി ഉണ്ടാവും. അതിനകത്ത് എത്ര പേരെ നമ്മൾക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ അത്രയും പേരെ എന്ത് ചെയ്യുക, അതിനകത്ത് പങ്കെടുപ്പിക്കാനുള്ളതാണ്. ഏറ്റവും മികച്ചത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതായത് പറ്റാവുന്ന രീതിയിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത് കൂടി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ ഒതുങ്ങി മാറിയൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ട്. അയ്യോ എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ തെറ്റിപ്പോവും, അങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് മാക്സിമം അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുത്ത് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഓരോ ടീച്ചേഴ്സിന്റെയും ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഓരോരുത്തരെയും നമ്മൾ ഓരോരുത്തർക്കുമായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ട് വേണം എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമാണ് ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, അതായത് കുട്ടിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസം. ഇതെന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും കഴിവുകളും സ്വഭാവവും മനസ്സിലാക്കിയിട്ട് വേണം അവരെ പഠിപ്പിക്കാനായിട്ട്. നമ്മൾക്കറിയാം ഈ ഇൻഡിവിജ്വൽ ട്യൂഷനൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്, കേട്ടിട്ടുണ്ടോ? വീടുകളിൽ പോയിട്ടൊക്കെ ട്യൂഷൻ എടുക്കുന്ന ആളുകള് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? എന്താ പ്രത്യേകത ഇൻഡിവിജ്വൽ ട്യൂഷൻ? എന്താ ഇൻഡിവിജ്വൽ ട്യൂഷന്റെ പ്രത്യേകത എന്താ? പൈസ കൂടുതൽ കിട്ടില്ലേ? പൈസ സാധാരണ കിട്ടുന്നതിൽ നിന്ന് കൂടുതൽ കിട്ടും. കിട്ടുന്നതിൽ നിന്നും കൂടുതൽ കിട്ടും. ചിലപ്പോ നമ്മള് അവരുടെ വീടുകളിലൊക്കെ പോയിട്ടായിരിക്കും എടുക്കുന്നത്, അല്ലെ? അപ്പൊ എടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിയാണ്, ആ കുട്ടിയെ മാത്രം നമ്മള് എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അതിനകത്ത് വേറൊരു കാര്യവും വരുന്നില്ല. ആ കുട്ടിക്ക് എന്താണോ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അതിനനുസരിച്ച് ആ കുട്ടിയെ പഠിപ്പിച്ചു മാറ്റുന്നു. മറിച്ച് ട്യൂഷൻ എടുക്കാൻ പോകുന്ന ടീച്ചർ ആ ടീച്ചറിന്റെ മെത്തേഡ് അല്ല അവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ ടീച്ചർ ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ കുട്ടിക്ക് എന്താണോ ആപ്റ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് ആ കുട്ടിയുടെ പഠന രീതി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം, അതായത് നന്നായിട്ട് ശ്രദ്ധ കൊടുത്താൽ മാത്രമാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓരോ കുട്ടികളുടെയും സ്വഭാവവും അവരുടെ കഴിവുകളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എന്നാൽ മാത്രമാണ് ഈ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്ന ഒരു പാരാഗ്രാഫ് ആണ്, അല്ലെ? Then areas of individual differences. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡിഫറൻസസ് എന്നാണോ കിടക്കുന്നത്? അതെ മിസ്. അതൊന്ന് ഒന്ന് മാറ്റിയോ കേട്ടോ, ഡിഫറൻസസ് ആക്കിക്കോളൂ കേട്ടോ. ഡിഫറൻസസ് അതൊന്ന് വായിച്ചോളൂ നിങ്ങള്. ഒരു ആ 4 പോയിന്റ് ഉണ്ടല്ലോ, ഡി ABCD, അതൊന്ന് റീഡ് ചെയ്തോളൂ. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക കേട്ടോ. കളർ ഓഫ് സ്കിൻ കഴിഞ്ഞിട്ട് എന്താ ഡിഫറൻസസ് ഇൻ ഫിസിക്കൽ ട്രേറ്റ്സ്? കളർ ഓഫ് സ്കിൻ കഴിഞ്ഞിട്ട് കളർ ഓഫ് ഐ, കളറിനാണ് കേട്ടോ. കഴിഞ്ഞിട്ട് എന്താ കളറിന്റെ ഷോർട്ടാ എഴുതിയേക്കുന്നത് അല്ലേ? ഓർന്ന് എഴുതിയേക്കുന്നത്. അത് സ്പെല്ലിംഗ് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ. കളർന്ന് എഴുതിക്കോളൂട്ട് നിങ്ങള്. എല്ലാം അവിടെ ഇല്ല അല്ലെ?
എല്ലാം ആബ്സെന്റ് ആണ്. അതെ ടീച്ചർ, എല്ലിന് പകരം അവരൊരു ഡോട്ടും കോമയും ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് എല് എഴുതുക കേട്ടോ, ആഡ് ചെയ്യാം. Okay. Ansi ഒന്ന് read ചെയ്തേ. Areas of individual differences. Areas of individual differences. Human beings are found different from each other and among themselves in the following dimensions. Difference in physical traits. Individuals vary in height, weight, color of skin, color of eye and hair, size of hands and size of mouth and nose, facial expression, mannerism of speech and walk, hairstyle, etc. ഇനിയും വായിക്കണം. വേണ്ട വായിക്കേണ്ട. അപ്പോ ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് മനുഷ്യര് പല കാര്യങ്ങളിൽ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ആ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം, ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രെയ്റ്റ്സ്, അതായത് ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓരോ വ്യക്തിയും individuals vary in height, weight, color of skin, color of eye and hair, size of hands and size of mouth and nose, facial expression, mannerism of speech and walk, hairstyle, etc. അതായത് ഓരോ ആളുകളും, ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ഹൈറ്റിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെ. ചില ആളുകൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കാം, ചില ആളുകൾക്ക് ഹൈറ്റ് കുറവായിരിക്കാം, ചില ആളുകൾക്ക് ആവറേജ് ആയിരിക്കാം. അങ്ങനെയല്ലേ നമ്മൾ ആളുകളെ കണ്ടിട്ടുള്ളത്, ആണോ? ചിലർക്ക് പൊക്കം കൂടുതൽ ഉണ്ടാവാം, ചിലർക്ക് പൊക്കം കുറവുള്ളവരുണ്ടാകാം അല്ലെ. എത്ര പേർക്കുണ്ട് ഇതിനകത്ത് ഹൈറ്റ് കൂടുതലുള്ളവർ? എത്ര പേരുണ്ട്? കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഹൈറ്റ് കൂടുതലുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ടീച്ചർ 160 ആണ് എനിക്ക്. അത് ഒരുപാട് കൂടുതലുമല്ല ഒരുപാട് കുറവുമല്ല. ഓക്കെ. വിദ്യയോ? വിദ്യക്ക് എത്രയുണ്ട്? എത്രയാണ്? 157. 157 ആണ്. ഓക്കെ. സവിതയോ? ഞാനും 157 ആണ്. ജിൻസോ? 155, 6 മാം ആ റേഞ്ച്. ഓക്കെ. ആയിഷ? ഞാൻ 158. ശ്രുതി? 155. 155. ഓക്കെ. ശ്രുതി എംവിയോ? 145. ഓക്കെ. ധന്യ? കറക്റ്റ് അറിയില്ല, 5.5 അടി സെന്റിമീറ്റർ അറിയില്ല. അപ്പൊ നിങ്ങളെക്കാളൊക്കെ ഹൈറ്റ് കൊടുത്തിരിക്കുക. 170 ഉണ്ട് കേട്ടോ. അപ്പോ ഹൈറ്റ് കൂടുതലുള്ളവരുണ്ട്, ഹൈറ്റ് കുറവുള്ളവരുണ്ട്, ആവറേജിൽ നിൽക്കുന്നവരുണ്ട്. നമ്മളിപ്പോ പറഞ്ഞത് എത്ര സെന്റിമീറ്റർ ഞാൻ നോക്കിയിട്ടില്ല. 5 അടി സെന്റിമീറ്റർ എത്രയാന്ന് നോക്കിയിട്ടില്ല. പൊക്കത്തെ ഹൈറ്റിന്റെ 5 അടി എന്ന് പറയുമ്പോ എത്ര സെന്റിമീറ്റർ ഉണ്ടാവും? 5 അതെനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ പറയുമ്പോ. പക്ഷെ ഞാൻ 5 അടി 2 ഇഞ്ചാണ്. ഞാൻ 157, അപ്പൊ ഒരു 160 ഉണ്ടാവുമായിരിക്കും. ഓക്കെ. പിന്നെ വെയിറ്റിലുള്ള വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ചിലവർക്ക് വണ്ണം കൂടുതലായിരിക്കും അല്ലെ, വെയിറ്റ് കൂടുതലായിരിക്കും, ചിലവർക്ക് വെയിറ്റ് കുറവായിരിക്കും, ചിലവർക്ക് ആവറേജ് ആയിരിക്കും. അതായത് പാകത്തിനുള്ള വെയിറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കളറ്,
സ്കിന്നിന്റെ കളറ് ചിലർക്ക് ബ്ലാക്ക് കളർ എത്ര മേടിച്ചിട്ടുണ്ടായി? പാളോട് പറഞ്ഞിട്ടുണ്ടായ കൂടുതലുണ്ട് മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായി. മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ അപ്പൊ കളർ എന്ന് പറയുന്നത് ചിലർക്ക് ബ്ലാക്ക് കളർ ആയിരിക്കും, ചിലർക്ക് വൈറ്റ് കളർ ആയിരിക്കും, ചിലർക്ക് എന്താ പറയാ ആവറേജ് ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള കളർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കണ്ണിന്റെ കളറിൽ വ്യത്യാസമുണ്ട് അല്ലെ? ചിലവർക്ക് എന്താ പറയാ കറുത്ത കളറിലുള്ള കൃഷ്ണമണി ഉണ്ടാവും ഇല്ലേ? ചിലവർക്ക് ബ്രൗൺ കളറിലായിരിക്കും, ചിലവർക്ക് പൂച്ചക്കണ്ണ് എന്ന് പറയും. കണ്ടിട്ടുണ്ടോ? ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? ആ ഓക്കെ. അതുപോലെ തന്നെ ഹെയർ, അതും ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. ചിലർക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും, ചിലർക്ക് കേളി ഹെയർ ആയിരിക്കും, ചിലർക്ക് മിക്സഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കൈയുടെ വലുപ്പത്തിലെ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് വലിയ കൈ ആയിരിക്കും, ചിലർക്ക് ചെറിയ കൈ ആയിരിക്കുള്ളൂ അല്ലെ? അപ്പൊ അതിനകത്ത് വ്യത്യാസം ഉണ്ടാകും. പിന്നെ എന്താ പറയാ സൈസ് ഓഫ് മൗത്ത്, നമ്മുടെ ചുണ്ടുകളുടെ ഒക്കെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും, വായുടെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നോസ്, ചിലർക്ക് നീണ്ട മൂക്കായിരിക്കും, ചിലർക്ക് കുറുകിയ മൂക്കായിരിക്കും, ചെറിയ മൂക്കായിരിക്കും അല്ലെ? അപ്പൊ അതിനകത്ത് വ്യത്യാസം. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഓരോരുത്തരുടെയും ഫേഷ്യൽ എക്സ്പ്രഷനിൽ വ്യത്യാസം വരാം. മാനറിസം, ഓക്കെ, അതായത് സംസാരിക്കുന്ന ശൈലിയിൽ വ്യത്യാസം വരാം. പിന്നെ നടക്കുന്ന രീതികളിൽ എല്ലാവരും ഒരുപോലെയാണോ നടക്കുന്നത്? ഇപ്പൊ ഞാൻ നടക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ നടക്കുന്നത് അല്ലെ? വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചിലവര് സ്പീഡിൽ നടക്കും, ചിലവര് സ്ലോലി ആയിരിക്കും നടക്കുന്നേ, അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പിന്നെ ഹെയർ സ്റ്റൈലില് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയുന്നേ ഫിസിക്കൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, മെന്റൽ ഡിഫറൻസ്. വിദ്യ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. മെന്റൽ ഡിഫറൻസ്. Mental difference. People differ in intellectual abilities and capacities such as reasoning and thinking power, imagination, creative expression, concentration, etc. People differ in their normal intelligence on the basis of their IQ difference. They are normally classified as idiot, imbecile, moron, borderline, very superior, and genius. യെസ്, എന്താ മനസ്സിലായത് മെന്റൽ ഡിഫറൻസ്? മെന്റലി എല്ലാവരും ഒരുപോലെയല്ല. തിങ്കിങ് പവർ, ചിലപ്പം നമ്മൾ ചിന്തിക്കുന്നതിന്റെ പവർ, നമ്മൾ വിചാരിക്കുന്നത്, ക്രിയേഷൻ, എക്സ്പ്രഷൻ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതൊക്കെ വ്യത്യാസത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് IQ വ്യത്യാസം ഉണ്ടാകും, പെട്ടെന്ന് മനസ്സിലാക്കാൻ. നോർമൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള കഴിവും അതിൽ കൂടുതലുള്ള കഴിവും ഒക്കെ വ്യത്യാസത്തിൽ ഉണ്ടായിരിക്കും എന്നാ പറയണത്. യെസ്, ഓക്കെ. അപ്പോ മെന്റൽ ഡിഫറൻസിൽ എന്തൊക്കെ മാനസികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം മനുഷ്യരുടെ ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ വ്യത്യസ്തമാണ്, ഒരുപോലെയല്ല. എനിക്കുള്ള ബുദ്ധി ആയിരിക്കില്ല നിങ്ങൾക്കുള്ള ബുദ്ധി, എനിക്കുള്ള ചിന്താശേഷി ആയിരിക്കില്ല നിങ്ങൾക്കുള്ള ചിന്താശേഷി, വ്യത്യസ്തങ്ങളായിട്ടുണ്ടാവും അല്ലെ? അപ്പോ വ്യത്യാസങ്ങൾ നമ്മൾ മെന്റൽ ഡിഫറൻസിൽ കാണുന്നത് ചിന്താശക്തി അഥവാ റീസണിംഗിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുപോലെ ക്രിയേറ്റിവിറ്റി, ഓക്കെ, ക്രിയേറ്റിവിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇമാജിനേഷൻ, നമ്മൾ ഓരോന്ന് എന്താ പറയുക ഇമാജിൻ ചെയ്യുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കോൺസെൻട്രേഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെയാണ് മെന്റൽ ഡിഫറൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ IQ ലെവൽ, മെന്റൽ ഡിഫറൻസിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് IQ ലെവൽ എന്ന് പറയുന്നത് അല്ലെ? IQ ലെവൽ എന്ന് പറയുന്നത് ആളുകൾക്ക് വ്യത്യസ്തമാണ് അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ? വളരെ കുറച്ചു പേർക്കല്ലേ ഉള്ളൂ IQ ലെവൽ കൂടുതൽ. IQ ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ IQ ലെവലിനെ അടിസ്ഥാനമാക്കിയിട്ട് ആളുകളെ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഡിയറ്റ്, ഇംബസൈൽ, മോറോൺ, ബോർഡർ ലൈൻ, വെരി സുപ്പീരിയർ ആൻഡ് ജീനിയസ്. ഇഡിയറ്റ് എന്ന് പറഞ്ഞാല് വളരെ താഴ്ന്ന IQ ലെവൽ ഉള്ളവരെയാണ് ഇഡിയറ്റ് എന്ന് പറയാ കേട്ടോ. ഈ വാക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് തരം താഴ്ന്ന രീതിയിലുള്ള വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ IQ ലെവൽ ഏറ്റവും താഴെയുള്ള ആളുകളെ പറയുന്ന പേരാണ്. ഇംബസൈൽ എന്ന് പറഞ്ഞാൽ ഇഡിയറ്റിനേക്കാളും കുറച്ചുകൂടി ഉയർന്നത്, അതായത് കുറച്ചുകൂടി IQ ലെവൽ ഉണ്ട് അവർക്ക്, പക്ഷെ താഴ്ന്നത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും.
മോറോൺ എന്ന് പറഞ്ഞാൽ ഇംബസൈലിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്നതാണ്. ദെൻ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാല് മോറോണിനേക്കാളും കുറച്ച് ഉയർന്നു നിൽക്കുന്നത്. ദെൻ വെരി സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ഐക്യു ലെവല് എന്താ പറയാ ഹൈ ആയിട്ടുള്ളവരാണ് വെരി സുപ്പീരിയർ. ജീനിയസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് അല്ലെങ്കിൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ ഐക്യു ലെവൽ ഉള്ള ആളുകളെയാണ് ജീനിയസ് എന്ന് വിളിക്കുക. ഐക്യു ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തില് ആളുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഫിസിക്കൽ ട്രേറ്റ്സും മെന്റൽ ഡിഫറൻസും ഒക്കെയാണോ? ഓക്കെ. നമുക്ക് അടുത്തത് നോക്കാം, ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. എന്താണ് ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി? ശ്രുതി ഒന്ന് റീഡ് ചെയ്യാമോ? ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. Okay, Miss. Difference in motor ability. Individual differences can be observed in motor abilities such as a reaction time, state lines, rate of muscular movement, resistance to tiredness, etc. അതായത് മോട്ടോർ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ചലനശേഷിയിലുള്ള വ്യത്യാസങ്ങളാണ്. എങ്ങനെയാണ്? അതായത് റിയാക്ഷൻ ടൈം പറയുന്നുണ്ട് ഇവിടെ. റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മോട്ടോർ എബിലിറ്റീസിലുള്ള പ്രതികരിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ പ്രതികരണത്തിനുള്ള ഒരു സമയം, റിയാക്ഷൻ ടൈം. ചില ആളുകൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലേ? കണ്ടിട്ടില്ലേ? നിങ്ങളുടെ ചുറ്റുമൊക്കെ ഉണ്ടാവുമല്ലോ, ഫാമിലിയിലായാലും ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരാണെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ? പെട്ടെന്ന് റിയാക്ട് ചെയ്യും. മറ്റു ചിലവര് എന്താണ് പതുക്കെയാണ് റിയാക്ട് ചെയ്യുക. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും റിയാക്ഷൻ ടൈമിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനെ നമ്മൾക്ക് ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റീഡിനെസ് ഉണ്ട്. എന്താണത്? അതായത് നമ്മുടെ ശരീരത്തിന്റെ സ്ഥിരത. ഓക്കെ, അതായത് നമ്മുടെ ഫിസിക്കൽ ട്രേറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിന്റെ സ്ഥിരതയാണ് സ്റ്റീഡിനെസ് എന്ന് പറയുന്നത്. ദെൻ റേറ്റ് ഓഫ് മസ്കുലാർ മൂവ്മെന്റ്, അതായത് നമ്മുടെ മസിൽസിന്റെ ഒക്കെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന്. ഓരോരുത്തർക്കും വ്യത്യസ്തമാവില്ലേ? ചിലർക്ക് നല്ല ഓട്ടക്കാരായിട്ടുള്ള ആളുകളുണ്ട് അല്ലെ? ഇല്ലേ? റൺ ചെയ്യുന്ന ആളുകള്, അവരുടെ മസിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് കൂടുതലായിരിക്കും. പക്ഷെ എല്ലാവർക്കും അവരെ പോലെ ഓടിയെത്താനായിട്ട് സാധിക്കും? ഒരിക്കലും ഇല്ല അല്ലെ? ഒരു 5 പേര് ഓടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ മാത്രമേ വിന്നർ ആവുള്ളൂ. ആ വിന്നർ ആകുന്ന ആളുകൾക്കായിരിക്കും നമുക്ക് ആ സമയത്ത് പറയാനായിട്ട് സാധിക്കുക മസിൽസ് മൂവ്മെന്റ് കൂടുതലുണ്ടെന്ന് അല്ലെ? അപ്പോ മസ്കുലാർ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ മോട്ടോർ എബിലിറ്റിയിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റെസിസ്റ്റൻസ് ടു ടയർഡ്നെസ്, അതായത് ക്ഷീണം അല്ലെങ്കിൽ സഹിക്കാനുള്ള ശക്തി എന്ന് പറയും. ചില ആളുകള് ഇപ്പൊ നമ്മൾ തന്നെ ഉണ്ട്, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നമ്മള് ജോലിയൊക്കെ എടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ടയേർഡ് ആവും, പെട്ടെന്ന് ക്ഷീണിതമാവും അല്ലെ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടോ? പക്ഷെ നമ്മുടെ അമ്മമാരൊക്കെ ജോലി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷീണിക്കില്ല. അവരിങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ രണ്ടുപേരുടെയും മോട്ടോർ എബിലിറ്റിയിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട് അല്ലെ? നിങ്ങളെയും അമ്മയെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് പെട്ടെന്ന് ക്ഷീണിക്കുക? നിങ്ങളാണോ അമ്മയാണോ? ആരാ ക്ഷീണിക്കുക? നമ്മള് ക്ഷീണിക്കും അല്ലെ? അറിയാം. പിന്നെ സഹിക്കാനുള്ള ശക്തി, സഹനശേഷി എന്ന് പറയും അല്ലെ? അതും എന്താണ് ചിലവർക്ക് കൂടുതലായിരിക്കും. പല കാര്യങ്ങളുണ്ട് കേട്ടോ. വേദന സഹിക്കാനുള്ള ശക്തിയുണ്ട്. അതുപോലെ തന്നെ അതായത് നമ്മൾക്ക് ശരീരത്തിന് ഉണ്ടാവുന്ന പെയിൻ സഹിക്കാനുള്ള ശക്തി, അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന മെന്റൽ ആയിട്ടുള്ള പലതരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള സങ്കടങ്ങള്, ഇത്തരം ദുരിതങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹിക്കാനുള്ള ശക്തി ചിലവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവര്. ചിലവർക്ക് ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെയുള്ള ധാരാളം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന എല്ലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ചിലവർക്ക് അത് കൂടുതലായിരിക്കും, ചിലവർക്ക് അത് കുറവായിരിക്കും. അപ്പൊ അതിനെയാണ് മോട്ടോർ എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എടുത്തത് ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കിയുള്ള പോയിന്റ്സ് ഈസി ആണ് കേട്ടോ. ഒരു സെമിനാർ പോലെ ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വരിക. ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡും
ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡും ഇമോഷണൽ ഡിഫറൻസും. സെമിനാർ ചെയ്യോ? ടോപ്പിക് പറഞ്ഞാല് ആളുകൾ പേര് പറയാം നിങ്ങൾക്ക് കേട്ടോ. ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആരാ ചെയ്യാം? ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഞാൻ പറയാം. സെമിനാർ ജിൻസ് ചെയ്യോ അല്ലെ? ഓക്കെ മാം. ഓക്കെ, വെരി ഗുഡ്. ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ് മാം ഞാൻ ആൻസർ ചെയ്യും. വിദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. ഒരാൾക്ക് തന്നെ ഒരു ടോപ്പിക് തന്നെ ചെയ്യാം, 2 പേർക്ക് കേട്ടോ, പ്രശ്നമില്ല. ദെൻ ഇമോഷണൽ ഡിഫറൻസ് ആരാ ചെയ്യാം? ഞാൻ ചെയ്യാം മിസ്സേ. ഇമോഷൻ സബിത ചെയ്യാം. ഓക്കെ. ടീച്ചർ ഈ തന്നിരിക്കുന്ന ആ ഒരു പാരഗ്രാഫ് വെച്ചാണ് നമ്മൾ സെമിനാർ ചെയ്യാൻ, അല്ല നമുക്ക് അറിയാനേ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാമോ? ആഡ് ചെയ്യാം. ചെയ്യാം. അതിനൊരു എന്താ പറയാ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാം. അത് തന്നെ വേണ്ട, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാം. ഓക്കെ ടീച്ചർ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.